നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ? വേഗം വായോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഈ ചിക്കൻ നമുക്കൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണേ. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇതാ ഇവിടെ ഞാൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണേ. ഇത് ബ്രെഡ് പൊടിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മൾ സാധാരണ ബ്രെഡ് ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പൊടിയും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബ്രെഡ് പൊടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. റസ്കിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് മിക്സി വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. എന്താ ബ്രെഡ് പൊടി നല്ല പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. തീരെ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, എന്നാൽ കുറച്ച് തരിതരിയായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ചിക്കനും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു കടി കട്ടിയുള്ളൊരു പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സവോള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയും ഒരു നുള്ള ഗരം മസാലയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഇതിലുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്കും കൂടെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചൊരുന്നുള്ള ഉപ്പ് ഇട്ട് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ആ ഒരു കൂട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതാണോ അങ്ങനെ നമ്മൾ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിലും മുക്കി നന്നായിട്ട് ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇത് രണ്ട് തവണ മുട്ടയിൽ മുക്കി 2 തവണ ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തോട് പുറന്തോ ഭാഗം കുറച്ചുകൂടെ കട്ടിയിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരു തവണ മുക്കിയാലും മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഈ കട്ട്ലേറ്റിൻ്റെ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളെല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് കട്ട്ലറ്റ് ഇവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.